യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വളരെ ചെറിയ പോർഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വളരെ ചെറിയ ടോപ്പിക്സ്. ചെറിയ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ, പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ നമ്മൾ ഷോർട്ടാക്കിയാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് അധികം താമസിയാണ്ട് തന്നെ നമ്മളുടെ കണ്ടന്റിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാൻ നേരിട്ട് ക്വസ്റ്റ്യനിലേക്കാണ് വന്നിരിക്കുന്നത്. റൂൾ പറഞ്ഞിട്ടല്ല ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്, നേരിട്ട് ക്വസ്റ്റ്യനിലേക്കാണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത്. എന്താണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്? യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. ഇതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേയിങ്, ടു സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേ. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ നിന്നും നമുക്കിവിടെ ഏറ്റവും ആപ്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയത് ഏത് ഓപ്ഷൻ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കിവിടെ തന്നിരിക്കുന്നത് ആർക്ക് ശേഷമാണ് നമ്മളോട് ഒരു വെർബിനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഹാഡ് ബെറ്റർ കിടപ്പുണ്ടല്ലേ. തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഹാഡ് ബെറ്റർ കിടപ്പുണ്ട്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഡ് ബെറ്റർ. നമ്മളൊരു സെന്റൻസിൽ ഹാഡ് ബെറ്റർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം എപ്പോഴും അതിൻ്റെ ബേസ് ഫോമിലായിരിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളുക. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും അതിൻ്റെ ബേസ് ഫോം. ഞാനിവിടെ ഈ ബേസ് ഫോമിന് നമ്മൾ പലരും V1 എന്ന് പറയാറുണ്ട്. ഞാനിവിടെ V1 എന്ന് എടുത്തു പറയാത്തതിന്റെ കാരണം V1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എപ്പോഴും ഒരു വെർബിന്റെ V1 എന്ന് പറയുന്നത് 2 ഫോംസ് ഉണ്ടല്ലേ. സിംഗുലാറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. രണ്ടുമാണ്. നമ്മൾ രണ്ടിനെയും നമ്മൾ എന്താ പറയുന്നത്? V1 എന്ന് പറയാറുണ്ട്. ഇപ്പൊ പ്ലേസ് എന്ന് പറയുന്നതും V1 ആണ്, പ്ലേ എന്ന് പറയുന്നതും V1 ആണ്. റൈറ്റ്സ് എന്ന് പറയുന്നതും V1 ആണ്, റൈറ്റ് എന്ന് പറയുന്നതും V1 ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ V1 എന്ന് പറയാണ്ട് എന്തു പറഞ്ഞത്? വെർബിന്റെ ബേസ് ഫോം. അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഒരൊറ്റ ഫോമേ ഉള്ളൂ. ഏത്? എസ് ചേർക്കാത്തത്. ഇപ്പൊ റൈറ്റിന്റെ ആണെങ്കിൽ ഒരിക്കലും റൈറ്റ്സ് വരില്ല ബേസ് ഫോം. ആര് മാത്രം? റൈറ്റ് മാത്രം. പ്ലേയുടെ ആണെങ്കിൽ പ്ലേ മാത്രം. അപ്പൊ V1 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറഞ്ഞത്. അപ്പൊ ഓർത്തിരിക്കുക, ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം. ഇനി നിങ്ങൾക്ക് V1 എന്ന് ഓർക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക, ആ V1-ൽ എസ് ചേരാത്ത V1 മാത്രം. അങ്ങനെ ഓർത്തിരുന്നാലും നമുക്കത് ബേസ് ഫോം ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പൊ ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ V1. ഈ V1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെർബിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ ആണ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. നമ്മൾ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചെറിയ ഒരു പോർഷൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നത്. ഇതിനെ നമ്മൾ ബേസ് ഫോമിനെ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്നും പറയും. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ആ തന്നിരിക്കുന്ന വെർബ് ഫോമിന്റെ കൂടെ അവസാനം എസ് ചേരാൻ പാടില്ല, ING ചേരാൻ പാടില്ല, അതിൻ്റെ മുൻപിലായിട്ട് ടു എന്ന് ചേരാൻ പാടില്ല. അതുപോലെ തന്നെ അത് പാസ്റ്റ് ഫോമിലും വരാൻ പാടില്ല. അപ്പം എപ്പോഴും ഓർക്കുക, ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മളുടെ ആൻസറിന്റെ ഓപ്ഷൻ ഏത് വരും? യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. എന്തായിരുന്നു? യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. അടുത്ത ചോദ്യം നോക്കാം. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ടു കൺസൾട്ട് എന്നാണോ, കൺസൾട്ടിങ് എന്നാണോ, കൺസൾട്ട് എന്നാണോ, അതോ കൺസൾട്ടഡ് എന്നാണോ? ഏതാണ് വേണ്ടത്? ഇവിടെ ഇനി നമുക്ക് കണ്ണുവടച്ച് പറയാം. ഇവിടെയും ആര് വന്നിട്ടുണ്ട്? ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ടല്ലേ. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ വെർബിന്റെ ഏത് ഫോമേ ഉപയോഗിക്കുകയുള്ളൂ? ബെയർ ഇൻഫിനിറ്റീവ് അഥവാ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ. സോ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു റൂളായിട്ട് പറയാം, ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ ബേസ് ഫോം മാത്രം ഉപയോഗിക്കുക.
പഠിച്ചു വെച്ചോളുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ദേ വുഡ് റാദർ ഡാഷ് ദാൻ സറണ്ടർ. ദേ വുഡ് റാദർ ഡാഷ് ദാൻ സറണ്ടർ. ഇവിടെ നമ്മളോട് ഹാർഡ് ബെറ്റർ അല്ല, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വുഡ് റാദർ ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹാർഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ പഠിച്ചു വെക്കുക. വുഡ് റാദറിന് ശേഷവും നമ്മൾ ആരെ തന്നെ ഉപയോഗിക്കണം? വെർബിന്റെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം, മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ ഹാർഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് വുഡ് റാദറിന് ശേഷവും നമ്മൾ ആരെ തന്നെ ഉപയോഗിക്കണം? വെർബിന്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് വരും? ദേ വുഡ് റാദർ ഡൈ ദാൻ സറണ്ടർ. വെർബിന്റെ ബേസ് ഫോം ആണ്, അതുകൊണ്ട് തന്നെ ഡൈ ദാൻ സറണ്ടർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. ഐ വുഡ് റാദർ ഡാഷ് അറ്റ് ഹോം ദാൻ ഗോ ഔട്ട് നൈറ്റ്. ഐ വുഡ് റാദർ ഡാഷ് അറ്റ് ഹോം ദാൻ ഗോ ഔട്ട് നൈറ്റ്. സോ ഇവിടെയും നമുക്കറിയാം വുഡ് റാദർ ഉപയോഗിച്ചിട്ടുണ്ട്. വുഡ് റാദർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം അതിനുശേഷം വെർബിന്റെ ബേസ് ഫോമിനെ മാത്രമേ പറ്റുള്ളൂ. സോ ഇവിടെ എന്ത് ആൻസർ വരും? ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോ ഔട്ട് നൈറ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, ഹാർഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് വുഡ് റാദറിന് ശേഷവും നമ്മൾ ആരെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്? വെർബിന്റെ ബേസ് ഫോമിനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി യൂസ്ഡ് ടു ഡാഷ് ഹിയർ. ഹി യൂസ്ഡ് ടു ഡാഷ് ഹിയർ. ഇവിടെ ഈ യൂസ്ഡ് ടു എന്നുള്ളതിനെ ഓർത്ത് വെക്കുക. നമുക്കറിയാം ഇതൊരു ഓക്സിലറി വെർബാണ്, ഇതൊരു മൊഡാൽ ഓക്സിലറി വെർബാണ്. ഈ യൂസ്ഡ് ടു എന്നുള്ള വെർബ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഹാബിച്വൽ ആക്ഷനെ, സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. യൂസ്ഡ് ടു എന്ന് പറഞ്ഞൊരു ഓക്സിലറി വെർബ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോമൺ റൂൾ പറയുന്നത് യൂസ്ഡ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. അപ്പൊ ഇവിടെയും ഓർത്തിരിക്കുക, ഹാർഡ് ബെറ്ററിനും വുഡ് റാദറിനും ശേഷം വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യൂസ്ഡ് ടുവിന് ശേഷവും നമ്മൾ ആരെ തന്നെ ഉപയോഗിക്കണം? വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും നമ്മുടെ ആൻസർ? ഹി യൂസ്ഡ് ടു വർക്ക് ഹിയർ. അവൻ ഇവിടെ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. സോ ഹി യൂസ്ഡ് ടു വർക്ക് ഹിയർ. അപ്പോൾ ഓർത്തോളുക, ഹാർഡ് ബെറ്റർ, വുഡ് റാദർ, യൂസ്ഡ് ടു, ഇത് മൂന്നിനും ശേഷം എപ്പോഴും വെർബിന്റെ ബേസ് ഫോമിനെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ യൂസ്ഡ് ടുവിന് ചെറിയൊരു എക്സെപ്ഷണൽ റൂൾ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഐ ആം എ ടീച്ചർ സോ ഐ ആം യൂസ്ഡ് ടു ഡാഷ് ഇൻ പബ്ലിക്. എന്താണ്? ഐ ആം എ ടീച്ചർ സോ ഐ ആം യൂസ്ഡ് ടു ഡാഷ് ഇൻ പബ്ലിക്. ഇവിടെയും നമുക്ക് യൂസ്ഡ് ടുവിന് ശേഷം തന്നെയാണ് വെർബ് ഫില്ല് ചെയ്യേണ്ടത്. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ നമ്മൾ യൂസ്ഡ് ടുവിന് മുൻപിലായിട്ട് ആരെ ഉപയോഗിച്ചിട്ടുണ്ട്? ആം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മൾ ഇതിന് മുൻപുള്ള സെന്റൻസിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഉടനെ തന്നെയാണ് യൂസ്ഡ് ടു ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെയോ നമ്മൾ സബ്ജക്റ്റിന് ശേഷം ആം എന്ന് പറഞ്ഞ ഒരു ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടുവിനെ ഉപയോഗിച്ചത്. ഇങ്ങനെ നമ്മൾ യൂസ്ഡ് ടുവിന് മുൻപായിട്ട് ഈസ് എന്നോ ആർ എന്നോ ആം എന്നോ അല്ലെങ്കിൽ വാസ് എന്നോ വേറെന്നോ വെറുതെ യൂസ്ഡ് ടു ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വെർബിന്റെ ബേസ് ഫോം. അതേ സമയത്ത് ഈസിനോ ആറിനോ ആമിനോ വാസിനോ വേറിനോ ശേഷമാണ് യൂസ്ഡ് ടു വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും വെർബിന്റെ ING ഫോമിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. മറക്കരുത്, വെറുതെ യൂസ്ഡ് ടു വന്നാൽ അതിനുശേഷം വെർബിന്റെ ബേസ് ഫോം. അതേസമയം ഈസ്, ആർ, ആം, വാസ്, വേർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറിക്ക് ശേഷമാണ് യൂസ്ഡ് ടു വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ വെർബിന്റെ ING ഫോമിനെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും? ഐ ആം എ ടീച്ചർ സോ ഐ ആം യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇൻ പബ്ലിക്. ഐ ആം യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇൻ പബ്ലിക്. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ചോളുക. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത നോക്കിയാലോ. വുഡ് യു മൈൻഡ് ഡാഷ്. വുഡ് യു മൈൻഡ് ഡാഷ് കംസ് വിത്ത് മീ എന്നാണോ,
കെയിം വിത്ത് മീ എന്നാണോ, കമ്മിങ് വിത്ത് മീ എന്നാണോ, അതോ കം വിത്ത് മീ എന്നാണോ? ഏതാണ് ഉപയോഗിക്കേണ്ടത്? വുഡ് യു മൈൻഡ് ഏതാണ് വേണ്ടത്? ഇവിടെ നമ്മൾ പറഞ്ഞു വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് വന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എപ്പോഴും നമ്മൾ വെർബിന്റെ ING ഫോമിനെയാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോമിനെ ഉപയോഗിക്കുക. അപ്പൊ വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ. എന്തായിരുന്നു? വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഡു യു മൈൻഡ് ഡാഷ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഡു യു മൈൻഡ് ഡാഷ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു വുഡ് യു മൈൻഡിന് ശേഷം വെർബിന്റെ ING വരുവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡു യു മൈൻഡിന് ശേഷവും നമ്മൾ ആരെയാണ് കൊടുക്കേണ്ടത്? വെർബിന്റെ ING ഫോമിനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും? ഡു യു മൈൻഡ് ഗിവിംഗ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഡു യു മൈൻഡ് ഗിവിംഗ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പൊ വുഡ് യു മൈൻഡ് വന്നാലും ഡു യു മൈൻഡ് വന്നാലും ഇതിന് രണ്ടിനും ശേഷം വെർബിന്റെ വെർബിന്റെ ING ഫോം. ഒരു കാര്യം കൂടിയുണ്ട്. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. എന്തായിരുന്നു? ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഫോർ ഹിയറിംഗ് എന്നാണോ, ഫോർ ഹിയർ എന്നാണോ, ടു ഹിയറിംഗ് എന്നാണോ, അതോ ബൈ ഹിയറിംഗ് എന്നാണോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു എന്നായിരിക്കണം. അപ്പൊ നമുക്കത് ലുക്ക് ഫോർവേഡ് ടു എന്നാകും. അങ്ങനെ ലുക്ക് ഫോർവേഡ് ടു ഉണ്ടെങ്കിൽ അതിനുശേഷം എപ്പോഴും ING ഫോം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മറക്കരുത്. ലുക്ക് ഫോർവേഡ് ING ഫോം. അപ്പൊ ലുക്ക് ഫോർവേഡിന് ശേഷം എപ്പോഴും നമ്മൾ ടു എന്നുള്ള പ്രിപ്പോസിഷൻ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അങ്ങനെ അത് ലുക്ക് ഫോർവേഡ് ടു എന്നാകും. ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം. അപ്പൊ വെർബിന്റെ ING ഫോം എവിടേക്ക് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്? വുഡ് യു മൈൻഡിന് ശേഷം, ഡു യു മൈൻഡിന് ശേഷം, അതുപോലെ തന്നെ ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം. ഇത് മൂന്നിനും ശേഷം എപ്പോഴും നമ്മൾ വെർബിന്റെ ING മാത്രമേ കൊടുക്കാമുള്ളൂ. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാഡ് ബെറ്റർ വന്നാലും വുഡ് റാദർ വന്നാലും യൂസ്ഡ് ടു എന്ന് മാത്രം വന്നാലും ഇവയ്ക്ക് മൂന്നിന് ശേഷം വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുക. അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടത്. യൂസ്ഡ് ടുവിന് മുൻപായിട്ട് ഈസ്, ആർ, ആം, വാസ്, വെയർ ഈ 5 ഓക്സിലറി വെർബുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യൂസ്ഡ് ടുവിന് ശേഷം വെർബിന്റെ ING ഫോമിനെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു ഇത് മൂന്നിനും ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോമിനെ കൊടുക്കുക. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് കൊണ്ടുവന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്ക് പുതിയൊരു പോർഷനുമായിട്ട് കാണാം. സോ ടിൽ ദെൻ താങ്ക് യു ഓൾ.